പാക് ഭീരുതയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ തരൂരിനെ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് വിവാദങ്ങൾക്കിടെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് ബി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ശശി തരൂരിനോട് അസൂയാണോ എന്ന് ബി നേതാവ് അമിത് മാളവ്യ ചോദിക്കുകയുണ്ടായി. UN അടക്കം പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തയ്യാറാകാതിരുന്നതെന്നും മാളവ്യ എക്സിൽ കുറിച്ചു. ശശി തരൂരിന്റെ വാക്ചാതുര്യം, ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ചതിന്റെ ദീർഘകാല അനുഭവം, വിദേശ നയ വിഷയങ്ങളിലെ ആഴത്തിലുള്ള അറിവ് എന്നിവയൊന്നും ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിദേശത്ത് അയക്കുന്ന പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകാതിരുന്നത്? മാളവ്യ ചോദിക്കുന്നു. ഇതെന്താണ് അരക്ഷിതാവസ്ഥയോ അസൂയയോ? ആരെങ്കിലും ഹൈക്കോടതിയെ മറികടന്നാൽ അതിനോടുള്ള അസഹിഷ്ണുതയാണോ? നയതന്ത്ര യോഗങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് കൗതുകരമാണെന്ന് മാത്രമല്ല സംശയാസ്പദവുമാണ്. മാളവ്യ എക്സിൽ പങ്കിട്ട കുറിപ്പിൽ പറയുന്നു. പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ 4 പേരായിരുന്നു കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. മുൻ ക്യാബിനറ്റ് മന്ത്രി ആനന്ദ് ശർമ്മ, ലോക്സഭയിലെ പാർട്ടി ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്, രാജ്യസഭാ MP ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, ലോക്സഭാ MP രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് കൈമാറിയത്. എന്നാൽ സംഘത്തെ നയിക്കാൻ തരൂരിനെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിക്കുകയായിരുന്നു. തരൂരിനെ കൂടാതെ ബി നേതാക്കളായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, ജനതാദൾ MP സഞ്ജയ് കുമാർ ധ, DMK MP കനിമൊഴി കരുണാനിധി, NCP നേതാവ് സുപ്രിയ സുലെ, ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ എന്നിവരാണ് പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു നേതാക്കൾ. അതേസമയം തന്നെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ ശശി തരൂർ അതിയായ നന്ദി പ്രകടിപ്പിക്കുകയുണ്ടായി. ദേശീയ താല്പര്യമുള്ള വിഷയമായതിനാലും തന്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതിനാലും ക്ഷണം താൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നതായി ശശി തരൂർ പ്രതികരിച്ചു. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെയും പ്രതികരണം. അടുത്തിടെയുണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം 5 പ്രധാന രാഷ്ട്രങ്ങളോട് വിശദമാക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ദേശീയ താല്പര്യം ഉയർന്നു വരികയും തന്റെ സേവനം അനിവാര്യമാവുകയും ചെയ്യുമ്പോൾ അതിനായി കാത്തിരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല. ജയ് ഹിന്ദ്. ഇത്തരത്തിലാണ് തരൂരിന്റെ പോസ്റ്റ്. അതേസമയം പാർട്ടി നിർദ്ദേശിക്കാത്ത തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയോഗിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. പ്രതിനിധി സംഘത്തിലേക്ക് ആളുകളെ നിർദ്ദേശിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ചയാണ് പ്രതിനിധികളെ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടത്. വൈകിട്ടോടെ പ്രതിപക്ഷ നേതാവ് 4 പേരെ നിർദ്ദേശിച്ചതായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നിർദ്ദേശിച്ച ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. കോൺഗ്രസ് നിർദ്ദേശമില്ലാതെ തന്നെ തരൂരിനെ പ്രതിനിധി സംഘത്തിന്റെ നേതാവാക്കി വിദേശത്തേക്ക് അയക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം.